ഹായ്, ട്രെൻഡി ത്രെഡ്സ് ആണ്. ഇന്ന് നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത് DCM അജ്രക്കിൽ വന്നിട്ടുള്ള മിക്സ് ആൻഡ് മാച്ചിൻ്റെ കളക്ഷൻസും അതുപോലെ DCMൽ തന്നെ സിംഗിൾ ഡിസൈൻസ് വന്നിട്ടുള്ള കുറച്ച് കളക്ഷൻസും അതുപോലെ തന്നെ കുറച്ച് കോട്ടൻ്റെ മെറ്റീരിയൽസും അങ്ങനെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. കുറച്ച് അധികം മെറ്റീരിയൽസ് നമ്മൾ കാണിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം കാണിച്ചത് തന്നെ നല്ല ബ്രൗൺ കളറിൽ വരുന്ന അജ്രക്കിൽ വന്നിട്ടുള്ള പ്രിൻ്റാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. അത് ടോപ്പും ബോട്ടൊക്കെ ആയിട്ട് തയ്ച്ചാൽ നല്ല രസമുണ്ടായിരിക്കും. പിന്നെ മാത്രമല്ല നമുക്കിത് പുറത്തോട്ട് തയ്ച്ചു കൊടുക്കാനാണെങ്കിൽ സിംഗിളായിട്ട് വേണേൽ തയ്ച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ബൾക്കായിട്ട് എടുക്കുന്നവരുണ്ടെങ്കിൽ 10 പീസൊക്കെ വാങ്ങിക്കുന്നവരാണെങ്കിൽ അവർക്കിതെടുത്തിട്ട് രണ്ടെണ്ണമായിട്ട് തന്നെ 2 ടോപ്പോ 2 നൈറ്റിയോ ഒക്കെ ആയിട്ട് തയ്ച്ചു കൊടുക്കാൻ പറ്റും കേട്ടോ. നെക്സ്റ്റ് കാണിച്ചിരിക്കുന്നതും നല്ലൊരു മെറൂൺ ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ്. അതിൻ്റെ ബേസ് കളറ് മെറൂണാണ്. അതിൽ ചെറിയ വലിയ പൂക്കളല്ല കേട്ടോ, ഒരു ചെറിയ പൂക്കളാണ് വന്നിരിക്കുന്നത്. അതുപോലെ ബോട്ടം വന്നിരിക്കുന്നത് സ്ട്രെയിറ്റ് ലൈൻ പോലെയുള്ള ഡിസൈനായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ മൂന്നാമത്തെ നമ്മൾ കാണിച്ചിരിക്കുന്നത് റെഡിലാണ്. അതിൻ്റെ ബേസ് കളർ റെഡ് വന്നിട്ട് ചെറിയ ഒരു ഡിസൈനും പിന്നെ അതുപോലെ ബോട്ടത്തിൽ വന്നിരിക്കുന്നത് നേരത്തെ കണ്ടതുപോലെ തന്നെയുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഡിസൈൻസാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട പെട്ടെന്ന് തന്നെ ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് തന്നെ സെലക്ട് ചെയ്തിട്ട് അയക്കുക കേട്ടോ. കാരണം നമ്മളിത് എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ 2 മെറ്റീരിയലും ഒരുമിച്ച് വേണം നമ്മൾ എടുക്കാനായിട്ട് കേട്ടോ. എന്ന് വെച്ചാൽ ടോപ്പും ബോട്ടും തയ്ക്കാനായിട്ടുള്ള ഒരുമിച്ചിട്ടുള്ള മെറ്റീരിയൽ വേണം എടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ ഒരെണ്ണം വേണമെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നവരുണ്ട്. പക്ഷേ ഒരെണ്ണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ മറ്റേ പെയറിൻ്റെ ഒരെണ്ണം ഉള്ളത് നമുക്ക് ബാലൻസ് ആയിട്ട് നിൽക്കില്ലേ. അപ്പം രണ്ടും കൂടി എടുക്കുന്നവർ ഒരുപാടുണ്ടായിരിക്കും. അപ്പോൾ അവർക്കത് രണ്ടും കൂടി കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടും കൂടിയാണ് കേട്ടോ. അവർക്ക് ടോപ്പും ബോട്ടും കൂടി തയ്ച്ചിടാൻ വേണ്ടിയിട്ട് ഉള്ളവരുണ്ടായിരിക്കും. ഒരാൾ ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരെണ്ണം ബാലൻസ് ആയി പോവില്ലേ, മറ്റുള്ള ആൾക്ക് അത് ഉപയോഗിക്കാനും പറ്റില്ല. ചിലപ്പോൾ സിംഗിളായിട്ട് തയ്ച്ച് വാങ്ങിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇങ്ങനെ ആവശ്യമുള്ളവർ അങ്ങനെ എടുത്തോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. ഇനി കാണിക്കുന്നതെല്ലാം സിംഗിളായിട്ടുള്ള ഡിസൈൻസാണ് കേട്ടോ. ഇത് മിക്സ് ആൻഡ് മാച്ച് അല്ല, നമുക്ക് ഓരോന്നായിട്ടും എടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കാണിച്ചത് റെഡിൽ വന്നിട്ടുള്ളത് തന്നെയാണ്. അത് നല്ല ഭംഗിയുള്ള ടോപ്പൊക്കെ തയ്ച്ചാൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. കാരണം എൻ്റെ അടുത്ത് ഞാനൊരെണ്ണം ടോപ്പ് തയ്ച്ചിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ടോപ്പൊക്കെ തയ്ച്ചാൽ നല്ല അടിപൊളിയായിരിക്കുന്ന ഒരു ഡിസൈനാട്ടോ. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്കാണ് അയക്കേണ്ടത്. നമ്മൾ ഇന്ത്യ പോസ്റ്റ് വഴിയാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും നാൾ നമ്മളൊരു ഏകദേശം ഒരാഴ്ചയോളമായി നമ്മൾ ലോങ് വീഡിയോസ് ഒന്നും ചെയ്യാറില്ലായിരുന്നു. കാരണം നമ്മൾ വീഡിയോ എടുക്കാറില്ലായിരുന്നു. നമുക്ക് ഇന്ത്യ പോസ്റ്റ് വഴി ചെയ്യുന്നതുകൊണ്ട് തന്നെ പോസ്റ്റൽ സർവീസ് കുറച്ച് ഡിലേ ആയിട്ട് വന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഓർഡർ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അയക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഓർഡർ എടുത്ത് പേയ്മെൻറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ചെയ്തിട്ട് അവർക്ക് കറക്റ്റ് സമയത്ത് അത് കിട്ടിയില്ലെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടാണ്. അയക്കാതെ നമുക്ക് അയക്കാൻ പറ്റാതിരുന്നാൽ അതും നമുക്കൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഓർഡർ എടുക്കാതിരിക്കാൻ വേണ്ടിയാണ് വീഡിയോ ചെയ്യാതിരുന്നത് കേട്ടോ. അപ്പം നമ്മുടെ പഴയ വീഡിയോസൊക്കെ കണ്ടിട്ട് നമ്മുടെ അടുത്ത് ബാലൻസ് ഉള്ള മെറ്റീരിയൽസ് എല്ലാം അവർ ചോദിക്കുന്നതൊക്കെ നമ്മൾ കൊടുക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ബൾക്കായിട്ടല്ലല്ലോ പോകുന്നത്, ചെറിയ ക്വാണ്ടിറ്റിയിലാണ് അതൊക്കെ നമ്മൾ അയച്ചു കൊടുത്തിരുന്നത് കേട്ടോ. അതിന് തന്നെ നമ്മൾ ചിലപ്പം ഒരു 5 മിനിറ്റൊക്കെ പോകുന്നതിന് നമുക്കിപ്പോൾ അത് കൂടുതലായിട്ട് സമയം അതിന് വേണ്ടിയിട്ട് ചിലവഴിക്കേണ്ടി വരാറുണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്നുവെച്ചാൽ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് 5 മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ടത് നമ്മൾ ചിലപ്പോൾ ഒരു 15 മിനിറ്റ് 20 മിനിറ്റൊക്കെ എടുക്കേണ്ടി വരും. പിന്നെ അജ്രക്കിൻ്റെ റേറ്റ് വരുന്നത് 175 രൂപയാണ് ഒരു പീസിന് വരുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ ഒരു 10 പീസ് എടുക്കുമ്പോൾ ഹോൾസെയിൽ റേറ്റാണ് 175 രൂപ. 10 പീസ് എടുക്കുന്ന സമയത്ത് 175 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അതുപോലെ കോട്ടൻ്റെ റേറ്റ് വരുന്നത് ഹോൾസെയിൽ റേറ്റ് വരുന്നത് 169 രൂപയ്ക്കാണ് നമ്മൾ ഒരു പീസ് കൊടുക്കുന്നത് കേട്ടോ. 10 പീസ് എടുക്കുന്ന സമയത്ത് 169 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നതാണ് കേട്ടോ. ഇനി സിംഗിൾ പീസായിട്ട് വേണമെങ്കിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. നമ്മളപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങൾക്ക് മെറ്റീരിയലിൻ്റെ ഫോട്ടോസൊക്കെ വേണമെങ്കിൽ അങ്ങനെ സെൻഡ് ചെയ്ത് തന്നേക്കാം കേട്ടോ. പിന്നെ തയ്ച്ചിട്ടാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഫ്രോക്ക് നൈറ്റിയോ അതുപോലെ കഫ്താനോ
ഒക്കെ ആയിട്ട് തയ്ച്ചിട്ടാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുന്ന സമയത്ത് അതും കൂടി അറിയിക്കുക കേട്ടോ. അപ്പോൾ അതും അഫോർഡബിൾ റേറ്റിൽ തന്നെ നമുക്ക് ചെയ്തു തരാൻ പറ്റും കേട്ടോ. പിന്നെ പറയാനുള്ളത്, പോസ്റ്റ് സർവീസ് ഇപ്പം ഒന്ന് ആക്റ്റീവായിട്ട് വരുന്നേ ഉള്ളൂ. കാരണം ഞാൻ ഇന്നും അയക്കാൻ പോയപ്പോൾ കുറച്ച് ടൈം എടുത്തു, എന്നാലും കുഴപ്പമില്ല. ഏകദേശം അവരതൊക്കെ റെഡിയാക്കി വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്നാലും ഇത് അയക്കാൻ പറ്റുന്നുണ്ട്. നേരത്തെ പോലെയല്ല. നേരത്തെ നമ്മൾ പോയി കഴിഞ്ഞാൽ കുറേ നേരം ഡിലേ വരുന്നുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയില്ല. ഏകദേശം പെട്ടെന്നെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഒരാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാം സ്മൂത്ത് ആയിക്കോളും തന്നെയാണ് വിചാരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഒരു ഓഫർ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, 159 രൂപയ്ക്ക് നമ്മൾ മെറ്റീരിയൽ കൊടുക്കുന്നതിൻ്റെ ഒരു ഓഫർ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് വളരെ നന്നായിട്ട് എല്ലാവരും റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമുക്കിനി മെറ്റീരിയലിൽ വെറും ആ ഓഫർ വീഡിയോയിലിട്ട മെറ്റീരിയൽ വെറും 3 പീസ് മാത്രമേ ഇനി ബാലൻസ് ആയിട്ടുള്ളൂ കേട്ടോ. കാരണം ബാക്കിയെല്ലാം സോൾഡ് ഔട്ട് ആയിപ്പോയി. നമുക്ക് എല്ലാവരും ഒരുപാട് പേര് അതിൽ നിന്ന് നമ്മുടെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്തായിരുന്നു കേട്ടോ. എന്തായാലും ഇനിയിപ്പോൾ ഓണമൊക്കെ വരാനിരിക്കുകയല്ലേ. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈ പുതിയ ബിസിനസ്സൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്, ഇതുപോലെയുള്ള പുതിയ ബിസിനസ്സൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വളരെ നല്ലതാണ് കേട്ടോ. ഈ സമയത്തൊക്കെ നമുക്ക് തുടങ്ങുകയാണെങ്കിൽ എന്തായാലും നമുക്ക് കസ്റ്റമേഴ്സിനെ കിട്ടും, ഉറപ്പാണ്. അപ്പം അങ്ങനെ എനിക്കിപ്പോൾ ഞാൻ ഓഫർ വീഡിയോ ഇട്ട സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഷോപ്പിലൊക്കെ ഉള്ളവരെന്ന് വെച്ചാൽ ടൈലറിങ് ഷോപ്പൊക്കെ ഇടുന്നവർ, അങ്ങനെയുള്ളവരൊക്കെ ആയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് മെറ്റീരിയൽ വാങ്ങിച്ചായിരുന്നു കേട്ടോ. കാരണം ഓഫർ റേറ്റിൽ കിട്ടുമല്ലേ. അപ്പോൾ അതും ഓഫർ റേറ്റാണെന്ന് കരുതിയിട്ട് നല്ല മെറ്റീരിയലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിൽ വേറെ മിക്സ് ആയിട്ടുള്ള മെറ്റീരിയലോ ഒന്നുമല്ല, വളരെ നല്ല മെറ്റീരിയലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം എന്തായാലും അവർക്ക് അങ്ങനെയൊക്കെ കിട്ടുമ്പോൾ അതൊരു ലാഭമാണല്ലോ. അപ്പോൾ പുതിയതായിട്ട് ഒരു ബിസിനസ് തുടങ്ങാനൊക്കെ ആയിട്ട് അവർക്ക് നല്ലതാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ കയ്യിൽ ഒരുപാട് മെറ്റീരിയൽ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ, പലരുമായിട്ടും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർക്കതൊരു ലാഭത്തിൽ തന്നെയാണ് കൊടുക്കാനും പറ്റുന്നത്. കാരണം നമ്മൾ എത്ര റേറ്റ് കുറച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് അവർക്ക് ഏതായാലും അവർ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമാണ്. അപ്പോൾ അവരത് കൊടുക്കുന്ന സമയത്ത് അവർക്കതൊരു കുറഞ്ഞ റേറ്റിൽ തന്നെ അവർക്ക് കൊടുക്കാനും പറ്റും കേട്ടോ. അങ്ങനെ ആകുമ്പോൾ അവർക്ക് കസ്റ്റമേഴ്സിനെ കിട്ടുകയും ചെയ്യും. അത് നമ്മൾ വലിയ റേറ്റൊക്കെ ഇട്ടിട്ട് വാങ്ങിച്ച് വലിയ റേറ്റിൽ തന്നെ കൊടുക്കുമ്പോഴൊക്കെ അവർക്കതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലും കൂടെ നമ്മുടെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലതുണ്ടാവുക. അപ്പം ഞാനും അങ്ങനെ തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്കും ഒരു ഓഫർ വീഡിയോ ഒക്കെ ഇരുന്ന സമയത്ത് ആദ്യമായിട്ട് തുടങ്ങുന്നവരൊക്കെ ആണെങ്കിൽ അങ്ങനെ വാങ്ങിച്ചിട്ടൊക്കെ ഉപയോഗിക്കാം കേട്ടോ. പിന്നെ തയ്ച്ച് പഠിക്കാനൊക്കെ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഇനിയും റേറ്റ് കുറഞ്ഞ മെറ്റീരിയൽസ് കിട്ടും. അപ്പോൾ അതൊക്കെ അങ്ങനെ വാങ്ങിച്ച് ഉപയോഗിക്കുന്നതാണെങ്കിൽ അതും അങ്ങനെയായിരിക്കും നല്ലത് കേട്ടോ. പിന്നെ പറയാനുള്ള, നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് നമ്മുടെ മെറ്റീരിയൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്താണോ അതൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പം നമുക്ക് ഏത് മെറ്റീരിയൽ കൊണ്ടുവരണം, എങ്ങനത്തെ മെറ്റീരിയലാണ് ഇനി വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കുകയാണെങ്കിൽ നമുക്ക് അതുപോലെയൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. എന്നാലാണ് അതൊരു മോട്ടിവേഷനായിട്ട് എടുത്തിട്ട് നമുക്കതൊക്കെ ചെയ്യാനുള്ളൊരു ഇതുണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഇങ്ങനൊരു ചെറിയ ബിസിനസ് എപ്പോഴും ഉപകാരപ്പെടുന്നത് പുറത്തോട്ട് ജോലിക്ക് പോകാൻ പറ്റാതിരിക്കുന്ന വീട്ടിലിരിക്കുന്ന സ്ത്രീകളൊക്കെ ഉണ്ടാവില്ലേ. അപ്പം അമ്മമാരോ ചേച്ചിമാരോ ഒക്കെ ആയിട്ടുള്ള അവരുണ്ടാവും. അപ്പം അവർക്കൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് കേട്ടോ. കാരണം അവർക്ക് പുറത്തോട്ട് പോകാനും പറ്റുന്നില്ല. ചെറിയൊരു രീതിയിൽ മുതൽ മുടക്കിൽ ചെയ്ത് നമുക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സാണ്. അങ്ങനെയാണ് അങ്ങനെ അത് ഇരുന്ന് വളർത്തിയെടുക്കാനും പറ്റും. നമുക്ക് അധികം പൈസയൊന്നും ചിലവില്ല, അധികം എഫേർട്ടില്ല. നമ്മൾ തുടക്കത്തിൽ അധികം എഫേർട്ടൊന്നുമില്ല. പക്ഷേ നമുക്ക് ഓർഡേഴ്സൊക്കെ കൂടി വരുന്ന സമയത്ത് നമുക്ക് നല്ല എഫേർട്ട് എടുക്കേണ്ടതായിട്ട് വരും. പക്ഷേ എന്നാലും നമുക്കതൊരു തുടങ്ങാൻ പറ്റുന്നൊരു സാഹചര്യം എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞത് കേട്ടോ. അപ്പം കാരണം ഇപ്പോൾ ഓണാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും നൈറ്റി വാങ്ങിക്കാത്ത ഒരു വീട്ടമ്മമാരും ഒന്നും ഉണ്ടാവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ.
കാരണം എന്തായാലും വീട്ടിലിടുന്ന ഡ്രസ്സായതുകൊണ്ട് ഉറപ്പായിട്ടും അവർ ഒരു മാസത്തിലൊരിക്കൽ ഒന്നെങ്കിലും വാങ്ങിച്ചിരിക്കും. അങ്ങനെ നമ്മുടെ വീടിനടുത്തൊരു 10 പേരുണ്ടെങ്കിൽ ഒരു 10 പേരെങ്കിലും ഒരു മാസം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് കിട്ടും, നമുക്ക് ഓർഡർ കിട്ടും. അവർ പറഞ്ഞ് അങ്ങനെ പോയി നമുക്കത് കിട്ടും. പിന്നെ ഞാനത് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ചുറ്റുപാടും നമുക്ക് വീടിനടുത്തായിട്ട് തന്നെ 2-3 അയൽക്കൂട്ടങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് അങ്ങനെയൊക്കെ അവിടത്തേക്ക് ചേച്ചിമാർക്ക് ആയിട്ട് നമുക്കത് കൊടുക്കാൻ പറ്റും. അവരെന്തായാലും ഒരാൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അടുത്തൊരാളും കൂടെ അവർക്കത് വാങ്ങിക്കാനുള്ളൊരു ടെൻഡൻസി കൂടി ഉണ്ടാവും. എന്തായാലും നമ്മൾ തയ്ച്ച് കൊടുത്തത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർക്കത് വാങ്ങിക്കണമെന്ന് തോന്നും. അപ്പോൾ എന്തായാലും അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യും. പിന്നെ നമ്മുടെ ഈ ഇത്രയും ചേച്ചിമാരെയൊക്കെ വെച്ച് നമുക്ക് നാട്ടിൽ തന്നെ ഒരു ഗ്രൂപ്പ് തുടങ്ങാം. നമ്മുടെ വാട്സാപ്പിൽ തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് നമ്മൾ മെറ്റീരിയൽ എടുക്കുന്ന സമയത്ത് ഗ്രൂപ്പിലിടുക. അപ്പോൾ തന്നെ അവർക്ക് എന്ന് വെച്ചാൽ നമ്മൾ അറിയുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോൾ എന്തായാലും അവർ വാങ്ങിച്ചോളും. നമ്മളങ്ങനെ നമ്മുടെ കയ്യിൽ വാങ്ങിച്ചത് വിറ്റുപോവോ എന്നുള്ള ഒരു പേടിയൊന്നും വേണ്ട. എന്തായാലും ചിലപ്പോൾ കുറച്ച് ഡിലേയൊക്കെ വന്നേക്കാം, എന്നാലും വേണ്ടില്ല. എല്ലാവരും അറിഞ്ഞു തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ നിന്ന് എന്തായാലും മെറ്റീരിയൽ വാങ്ങിച്ചേക്കും. മെറ്റീരിയലായിട്ടോ ഇല്ലെങ്കിൽ തയ്ച്ചു കൊടുക്കാൻ അറിയുന്നവരാണെങ്കിൽ തയ്ച്ചു കൊടുക്കാമല്ലോ. അപ്പോൾ അതും ഒരു ഉപകാരമാണ്. പിന്നെ അവരുടെ അളവിനാണ് തയ്ച്ചു കൊടുക്കുന്നതെങ്കിൽ അവർ പിന്നെ വീണ്ടും ഒന്ന് വണ്ണം കുറയ്ക്കാനോ അതിനൊക്കെ ഒന്നായിട്ട് പുറത്തോട്ട് കൊണ്ടുപോകേണ്ട കാര്യമില്ല. അവരുടെ അളവിന് തന്നെ തയ്ച്ചു കൊടുക്കുക. അപ്പോൾ അത്രയും പൈസ അവർക്കത് പുറത്ത് കൊടുക്കേണ്ടതായിട്ട് വരില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് എന്തായാലും ഓർഡർ കിട്ടും കേട്ടോ. അപ്പോൾ നൈറ്റി ആയാലും ടോപ്പായാലും ഫ്രോക്ക് നൈറ്റി ആയാലും ഷോർട്ട് ടോപ്പ് ആയാലും എന്തായാലും നമുക്കതുകൊണ്ട് തയ്ച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു വീട്ടമ്മ എടുക്കുവാണെങ്കിൽ അവരെ മക്കൾക്ക് എടുക്കും. അതുപോലെ അവരുടെ കൂടെയുള്ളവർ വീട്ടിലുള്ള മറ്റുള്ളവർക്ക് അവരായിട്ടത് ഷെയർ ചെയ്യും, അവരുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യും. എന്തായാലും അവരെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുന്നൊരു സമയമാണ് അയൽക്കൂട്ടം പോലെയുള്ള സമയങ്ങളൊക്കെ. അപ്പം അതിലെല്ലാം അവരത് ഷെയർ ചെയ്യും. അങ്ങനെയൊക്കെ നമുക്ക് ഓർഡർ വരുന്ന കേട്ടോ. അപ്പം നമ്മൾ ഒരിക്കലും നമ്മൾ മുന്നിട്ട് ഇറങ്ങാതൊന്നും നടക്കില്ല. പക്ഷേ നമ്മളത് മടി പിടിച്ചിരിക്കുകയാണെങ്കിൽ നമുക്കൊന്നും കിട്ടാനും പോകുന്നില്ല. അപ്പോൾ മെറ്റീരിയൽസ് ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.